മഹത്വം. ആരാധന ആരാധന. സദയം തുണേ സുഖമായി എന്റെ ഉള്ളം വരികിൽ വരിലേ സദയം തുണേ സുഖമായി എന്റെ ഉള്ളം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സ്ഥാപനങ്ങൾ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങള്, അടഞ്ഞുകിടക്കുന്ന തൊഴിൽ സംരംഭങ്ങള്, ജപ്തി മൂലം കടം മൂലം പൂട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങള് യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, രോഗികള്, അതായത് മക്കളില്ലാത്തവര്, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അവളുടെ അടിവയറ്റിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇനി മക്കളുണ്ടാവത്തില്ലെന്ന് വൈദ്യശാസ്ത്രം വീഴി എഴുതി തള്ളിക്കളഞ്ഞവരെ കർത്താവിന്റെ നാമത്തിൽ വന്ധ്യകളെ കർത്താവിന്റെ നാമത്തിൽ ഗർഭം ധരിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവെ, കാലവിളംബം കാണിക്കുന്നത് കർത്താവിൻ്റെ രീതിയല്ല. വാഗ്ദാനം പാലിക്കുന്നതിലെ കർത്താവ് കാലവിളംബം വരുത്തുന്നില്ല. മറിച്ച് അവിടെ ദീർഘക്ഷമ കാണിക്കുന്നത് നിങ്ങൾ അനുദപിക്കോളം കാത്തിരിക്കാനുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തിലൂടെ അനുഗ്രഹം എത്രയും വേഗം ലഭ്യമാക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങിയവര്, തോറ്റ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവര്, സാമ്പത്തിക ബാധ്യതകളാൽ വരയുന്നവര്, തൊഴിലില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, വിസ പ്രോസസ് ചെയ്ത് കിട്ടാത്തവർ, വിസ പുതുക്കാത്തവർ, വിസ ലഭിക്കാത്തവർ, വിസ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവർ, നാട്ടിലെ ജോലി നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലെ കർത്താവെ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്ന മക്കള്, അവർ ഈ രാത്രി കർത്താവ് അങ്ങനെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ നീ സ്പർശിക്കാനുള്ള രാത്രികളെ കർത്താവ്, സമയങ്ങൾ കർത്താവെ, ഈ രാത്രി കഴിഞ്ഞു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന വൈഭാഗ്യ തടസ്സമുള്ളവര്, വൈഭാഗ്യ തടസ്സം പിരിഞ്ഞ് താമസിക്കുന്നവര്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുന്നവർ, മക്കള് തുടിനടപ്പിലായി പോയവരെല്ലാം കർത്താവെ ഏകദാനപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ കൃപയിലേക്ക്, വിശുദ്ധിയിലേക്ക്, അനുതാപത്തിലേക്ക്, ഐക്യത്തിലേക്ക് ഐക്യപ്പെടുന്നതിന് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്ന ശ്രുതികട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. No.
സൗഖ്യം നൽകണമേ. മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാത്ത കാര്യങ്ങൾ മക്കൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴ് ഡോക്യുമെൻറ്റുകൾ ശരിയാകാനുള്ളത്, കേസുകൾ, ജയിലിലകപ്പെട്ടവർ, അന്യനാടുകളകപ്പെട്ടു പോയവർ, യാത്രാ വിലക്കുള്ളവർ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗർഭിണികൾക്ക്, ഗർഭശിശുക്കൾക്ക് കുഴപ്പങ്ങളുള്ളവർ വയറെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഈ നിമിഷം ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നു, അമ്മയെ സുഖപ്പെടുത്തുന്നു. മുട്ടുകാലുകളും കണ്ണങ്കാലുകളും ഒക്കെ സ്വാധീനം കുറഞ്ഞവർ, ലിഗമെന്റ് പൊട്ടിയവർ, പല ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ പേരിൽ സ്വാധീനക്കുറവ് വന്നവർ, അവരെല്ലാം തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കണ്ണിന് കാഴ്ച ഭംഗിയവർ, മുക്കിന് ദശ വളരുന്നവർ, സയൻറ്റിസ്റ്റിൻ്റെയും വിട്ടുമാറാത്ത തലവേദനയുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഈശോ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന നിന്റെ തിരുമുറിവാളുന്ന ഭരത്തകരം വാണിപ്പെടുത്താവുന്ന അത്ഭുതകരം അവരുടെ മക്കളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിപ്പിടപെടെ വൈതാക്കളോട് ദൈവികമായ ശക്തി മക്കളെ അടിച്ചിറങ്ങട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദത്തിന് സമയമാണ്. ആശീർവാദ സമയത്ത് വിവാഹത്തിൽ പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കർത്താവ് ഐക്യപ്പെടുന്ന മെസ്സേജുകളുണ്ട്. ശേവലി വർജന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ എൻ്റെ പേര് മിനി റെജി. ഞാൻ കോലഞ്ചേരിയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് 2019 ജനുവരി 2 ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം എൻ്റെ ഉടമ്പടിയിൽ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയും, പുതിയ കാശ് രൂപം തരില്ല, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ, എനിക്ക് ആദ്യമേ 2019 തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സാധിച്ച് കിട്ടിയിട്ടുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നിയോഗം എഴുതി കൊടുക്കും, കിട്ടിയ കാര്യങ്ങൾ എഴുതി കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കാര്യമേ ഉള്ളൂ, അത് പിന്നെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, മാതാവേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിയോഗം സാധിച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ എന്നാലും എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയിൽ കയറി നിന്ന ഒരു നിയോഗം, എനിക്ക് സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് എന്നെ നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമവും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല പ്രാവശ്യവും ഞാൻ ഇവിടെ വന്നിങ്ങനെ ഉടമ്പടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല.
ഞാൻ സൗദിയിലായിരുന്നു. ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം NRIയിലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തിരുന്നത്. ഞാനിവിടെ വന്നു, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു എപ്പോഴും വിഷമമായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി നിന്ന് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഉടമ്പടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരും ഇവിടെ ആൾത്താരയിൽ കയറി ഇന്ന് സാക്ഷ്യം പറയുന്നു. എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇല്ല, എന്നെ മാതാവ് അതിനെ ഒരുക്കിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമാകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് എല്ലാം നടത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോഴും ഞാൻ ഒരു 2-3 മാസം മുമ്പ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ ഒരുക്കണം. എനിക്ക് മാതാവിൻ്റെ എല്ലാവർക്കും സാന്നിധ്യം, മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. എനിക്കും അപ്പോൾ ഒരു സാക്ഷിയായി തീരുവാൻ, എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. എനിക്കൊരു സാക്ഷ്യം പറയണം. ഇത്രയും വർഷമായി ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ എൻ്റെ ഹാർട്ടിൽ എൻ്റെ രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് അതിനകത്ത് മാതാവിൻ്റെ ഒരു നല്ല ഒരു ഹാർട്ട് ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയിലും മാതാവിൻ്റെ ഹാർട്ട് രൂപം ശരിക്കും നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നു. ഞാനത് ഈ മൊബൈലിനകത്ത് ഞാൻ പകർത്തിയിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഹാർട്ട് അതിനകത്ത് തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അവരെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കതിൽ ഭയങ്കര വിശ്വാസമായി. അത് കണ്ടതിന് ശേഷം പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടേ അവർ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 17-ാം തീയതി ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ബ്ലീഡിങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മാസം 7-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരിക്കലും ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് മാറ്റണ്ട. ഞാൻ ഉടമ്പടി പത്രത്തിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്ത മക്കൾക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ തന്നെ മാതാവ് പലർക്കും ബ്ലീഡിങ് സ്റ്റോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുമല്ല, യേശുവമ്പുരാൻ നമുക്ക് രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവത്തെ നിർത്തിയ ദൈവം തമ്പുരാനാണ്, മാതാവാണ്. അപ്പം മാതാവ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നെടുക്കില്ല. എന്നിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ ഇന്ന് 7-ാം തീയതിയാണ്, ഈ മാസം 7-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിരുന്നാലും ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയതിന് ശേഷം ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഡോക്ടർ എനിക്ക് ഒരു ഗുളിക തന്നു. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ അടുത്ത ഒരു ഗുളിക കഴിക്കണം. ആ ഗുളികയും കഴിച്ചിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ആ ഗുളിക കഴിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു പരിശോധനയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവാണ് എൻ്റെ കൂടെയുള്ളത്. ഈ ഉടമ്പടി ഞാൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു മരുന്ന് കഴിച്ച് എൻ്റെ ബ്ലീഡിങ് നിൽക്കണ്ട, അത് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ലാബിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ മരുന്ന് എടുത്തില്ലേ, കഴിക്കണ്ടേ? ഡോക്ടർ മരുന്ന് അന്യായം വില കൊടുത്ത് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു, നിനക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലയോ, അയ്യോ, ഞാൻ മറന്നുപോയി മരുന്ന്. പക്ഷേ അത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആ മരുന്നെടുക്കാൻ മറക്കുക എന്നുള്ളത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നാൽ ഇന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കിടക്കാൻ നേരത്ത് വീണ്ടും മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോകാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നും മരുന്നെടുത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ മറന്നുപോയി. അപ്പോഴും ഞാൻ ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ബ്ലീഡിങ്ങൊക്കെ 2 ദിവസം മുമ്പേ നിന്നു, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല, വയറുവേദനയില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ഒരു ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മാതാവിൻ്റെ തൈലം മാത്രം മതി. ഞാനപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം തൊട്ട് യൂട്രത്ത് വയറിൻ്റെ അടിവയറിൽ കുരിശിട്ട് വരയ്ക്കും. അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഏത് രോഗമാണെങ്കിലും നമ്മൾ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ തൈലം കുരിശ് വരച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമ്മളത് ചെയ്താൽ അവിടെ അമ്മ മാതാവ് പ്രവർത്തിക്കും.
എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി പോയാലും കിട്ടുന്ന അവസരങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു യാക്കോബായക്കാരിയാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കും. കാരണം അച്ഛനും ഇവിടെ ജോമോൾ സിസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡ്യൂട്ടിയിലിരുന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ മറച്ച് വെച്ചിരുന്നാണെങ്കിലും ഞാൻ ആ ഫുൾ ധ്യാനം അച്ഛൻ്റെ കൂടാൻ ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും. അവിടെ വെച്ച് ഞാൻ കൂടും. ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അരമണിക്കൂർ എനിക്ക് അതിന് കുറഞ്ഞു പോയാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഞാനത് കേട്ട് അന്ന് തന്നെ തീർക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ പിന്തുടർന്ന് പോകുന്ന വ്യക്തി. എനിക്ക് അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. മാതാവിൻ്റെ ഹാർട്ട് രൂപം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ. ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് തൈലം തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിട്ട് വെഞ്ചി വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കഴിക്കും. രാത്രി ഞാൻ എല്ലാവർക്കും, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ തൈലം തൊട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് കൊടുക്കും. അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഒരു തുള്ളി തേനും ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഉപ്പിട്ട് വെള്ളം ഞാൻ കൊടുക്കും, തേൻ കൊടുക്കും. അങ്ങനെ എല്ലാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പാലിച്ച് വൃത്തിയോടുകൂടി ഞാൻ ഉടമ്പടിയിൽ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാതാവിൻ്റെ ഒരു രോഗം മാറ്റാൻ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്ര എനിക്ക് 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നിയോഗങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി അച്ഛൻ എനിക്ക് പേപ്പറിനകത്ത് സൈനിട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, മാതാവേ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും, അച്ഛാ എനിക്കും, ഞാൻ അച്ഛനോട് മനസ്സുകൊണ്ട് പറയും, എന്നെയും ഒന്ന് ഒരുക്കണമേ, മാതാവിനോട് പ്രാർത്ഥിക്കണം അച്ഛാ, എനിക്കും മാതാവിൻ്റെ അൾത്താരയിൽ കയറി ഒരു സാക്ഷിയാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നത്. വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഈ അൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് കഴിയണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്രയും നേരെല്ലാം കാര്യങ്ങളും വൃത്തിയായി ചെയ്തു പോന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വൃത്തസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ മാസത്തിൽ വൃത്തസ്ഥാനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ അടുത്ത് വരുന്നവർ, ഞാൻ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ വെച്ച് എൻ്റെ നേരെ കൈ നീട്ടിയാലും ഒരു മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുത്തിട്ട് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ക്യാൻസർ രോഗികൾ പലരും വന്നിട്ടുണ്ട്. അവർക്ക് തേനായിട്ടും ഉപ്പായിട്ടും മാതാവിൻ്റെ കാശുരൂപമായിട്ടും മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. പലരും ഞാൻ കൊടുത്ത ഉപ്പൊക്കെ കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറിയിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ക്യാൻസർ രോഗികൾ. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ പത്രമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പലരും അതിന് നെഗറ്റീവ് പറയും, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പലരും ചോദിക്കും, മാതാവിൻ്റെ പത്രമല്ല, ഞങ്ങൾക്ക് യേശുവിൻ്റെ പത്രമുണ്ടോ, ദൈവത്തിൻ്റെ പത്രം ഉണ്ടെങ്കിൽ താന്ന് പറയും. അങ്ങനെ അവരതിനകത്ത് അവർ പറയുന്നതിലൊന്നും നമ്മൾ അത് ഗവനിക്കാറില്ല. നിങ്ങൾക്ക് പത്രം വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക. ആരും പറയുന്നില്ല മേടിച്ചെടുക്കണമെന്ന്. ഇതിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം. നീട്ടിയ കൈ ഞാൻ തിരിച്ചു വരിക്കണ്ട, നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഓരോ നല്ല രീതിയിൽ എന്നെ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ മാക്സിമം മാതാവിന് വേണ്ട ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർന്നു വരുവാൻ ഞാൻ മുമ്പിലേക്കും എൻ്റെ മക്കൾക്കും നല്ല രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ സാക്ഷ്യമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ മുമ്പിലേക്ക് പോകും. ഇനിയും എനിക്ക് കൂടുതൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയേറെ നന്മകൾ എനിക്ക് ഇത്രയെല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആലീസ്. ഞാൻ എരമല്ലൂർ സെൻറ്റ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റ് 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1.5 വർഷമായിരുന്നു. എൻ്റെ ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ ചെറിയ ഒരു സിസ്റ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഹോർമോൺ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ 5 മാസത്തോളം മരുന്നുകളൊക്കെ കഴിച്ചു. എപ്പോഴും സ്കാൻ ചെയ്യുമ്പോഴും ഈ സിസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. താനേ പോകുമെന്ന് പറഞ്ഞിട്ടും സിസ്റ്റ് പോകുന്നുണ്ടായില്ല. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇനി എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടമായി. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിൽ നിന്ന്
പെട്ടെന്ന് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് മാറുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഉടമ്പടി ചെന്ന് എടുക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 15 ഉടമ്പടി എടുത്തു. പിന്നെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ തുടർന്നു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നത് സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തു. അതിനുശേഷം ഞങ്ങളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ ചെക്കപ്പും ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഓവറിൽ ഒരു സിസ്റ്റം ഇല്ലല്ലോ, എല്ലാം ക്ലിയറാണ്, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങളെന്തായാലും ഈ മാസം കൂടി നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 27 എനിക്കൊരു പോസിറ്റീവായ റിസൾട്ട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 26 ആയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും എനിക്ക് പോസിറ്റീവായി. ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല, മരുന്നും ഒന്നും കഴിച്ചിട്ടില്ല. എന്തുകൊണ്ടോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞ ആ ദിവസം തന്നെ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു. അതിന് മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പ്രഗ്നൻസി ടൈമിൽ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. എങ്കിലും എനിക്കൊരു കുഴപ്പമുണ്ടാകാതെ നോർമൽ ഡെലിവറിയിൽ തന്നെ കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് ആൺകുഞ്ഞായാലും കുഴപ്പമില്ല, പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ആൺകുഞ്ഞായിരിക്കുമോ എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു. മാതാവിനോട് ഞാൻ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിടും, ബാക്കിയെല്ലാം മാതാവിൻ്റെ ഇഷ്ടത്തോടെ തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മാതാവിൻ്റെ പേരിടാനായിരിക്കാം മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നത്. കുഞ്ഞിൻ്റെ പേര് ഹയാ മറിയം. അങ്ങനെ മാതാവിന് ഈശോയ്ക്കും കുഞ്ഞിനെ തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ ഈ സിസ്റ്റ് മറ്റൊരു മരുന്നും കഴിച്ചിട്ട് തന്നെയല്ല മാറിയത്. ഈശോയുടെ അനുഗ്രഹത്താലും മാതാവിൻ്റെ അനുഗ്രഹത്താലുമാണ് എനിക്കതിന് സാധിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാൻ ബിടെക് പാസ്സായി. 2018 പാസ്സായത്. ജോലികളൊക്കെ കുറേ നോക്കി, പക്ഷേ ഒന്നും റെഡിയാവുന്നുണ്ടായില്ല. പിന്നെ PSC ടെസ്റ്റുകൾക്ക് കോച്ചിങ്ങുകൾക്ക് പോയി. ടെസ്റ്റുകളൊക്കെ കുറേ ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിന് റിസൾട്ടുകളൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് 15 എടുത്തു. 16 എനിക്കൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു. ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നത്. അങ്ങനെ എനിക്ക് PSCയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് മെസ്സേജ് ലഭിച്ചു. അതിനുശേഷം ഈ 2022 തന്നെ എനിക്ക് സെപ്റ്റംബർ 1 സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കുറേ നാൾ ആഗ്രഹിച്ചൊരു ജോലിയാണ്, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. മാതാവ് അത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അച്ഛൻ്റെ അനിയൻ ഓസ്ട്രേലിയയിലാണ്. അച്ഛനാണ്, എൻ്റെ ചിറ്റപ്പൻ അച്ഛനായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് എന്തായാലും വരണമെന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ PR അവിടുന്ന് ലഭിക്കുന്നുണ്ടായില്ല, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കാകെ വിഷമമായി. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തല തൊടാനിരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ്. അപ്പം ആൻറ്റിക്ക് അപ്പോഴേക്കും പുറത്തേക്കൊരു ജോലി റെഡിയാവുകയും ചെയ്തു. സെപ്റ്റംബറിൽ ആൻറ്റിക്ക് പോകണം, അച്ഛന് വരാനും പറ്റുന്നില്ല. എനിക്ക് ഇവർ രണ്ടും ഇല്ലാതെ ഒരു ചടങ്ങ് നടത്തുന്നത് സങ്കല്പിക്കാനും പറ്റുന്നുണ്ടായില്ല. ആകെ സങ്കടത്തിലായി. ഞാൻ അപ്പോഴേക്കും മാതാവിനോട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, നല്ലോണം കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് 2 പേരും എന്തായാലും വരണം, 2 പേരെയും കൂട്ടിയിട്ട് ഈ ചടങ്ങ് നടത്താൻ മാതാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 7-ന് അച്ഛൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത്. 2-ാം തീയതി റിക്വസ്റ്റ് ഇട്ടു. അപ്പോഴേക്കും 3-ാം തീയതി ആയപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ച റെഡി ആയിട്ടുണ്ട്, PR ഓക്കെ ആയിട്ടുണ്ട്, എന്ന് വരുമെന്നുള്ളത് അറിയില്ല, ഞാൻ PR റെഡി ആയിട്ടുണ്ട്, എന്തായാലും ഉടനെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ഇട്ട് 7-ാം തീയതി തന്നെ അച്ഛനിവിടെ വരാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് മാതാവ്, എല്ലാവരും പറയില്ലേ സഞ്ചാരി മാതാവ്, ഇത്രയും ദൂരെയുള്ള എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തില്ല എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന്. എന്തായാലും മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. അച്ഛനും ആൻറ്റിക്കും പങ്കെടുക്കാൻ പറ്റി, ചടങ്ങ് നല്ല രീതിയിൽ നടത്താനും സാധിച്ചു. ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ ഒരു സാക്ഷ്യപ്പെടുത്താത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു 1.25 പവൻ്റെ ഒരു മാല ഒരു ചേച്ചി വാങ്ങി പണയം വെച്ചിരുന്നു. പക്ഷേ
അവരത് തിരിച്ച് ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ടായില്ല. അവസാനം കേസിന് പോയി. കേസ് കൊടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഇവർ തിരിച്ച് തരുന്നുണ്ടായില്ല. 5 വർഷത്തോളം കഴിഞ്ഞു. ഇവരപ്പോൾ മതിയായി, ഇവർ നടന്ന് വിഷമിച്ചു. ഇനി ഇത് കിട്ടത്തില്ല ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലേക്ക് അത് ഉപേക്ഷിച്ചു. അമ്മയ്ക്കൊക്കെ ആകെ സങ്കടമായി. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു മാലയായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടമായി. ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്തായാലും അസാധ്യ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന മാതാവല്ലേ, എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ മാല ഒന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് മാതാവ് സാധിച്ചു തരുമെന്ന്. ഈ കഴിഞ്ഞ ജനുവരി 1 മാതാവ് എനിക്ക് ആ ചേച്ചി അതേ മാല തന്നെ, ആ ബാങ്കിൽ നിന്ന് ആ മാല പോയി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ ആ മാല തന്നെ ആ ചേച്ചി അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ന്യൂ ഇയറിനായി ഒരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് മാതാവ് തന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിൽ ചേട്ടന്മാർക്കും ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ചിലർ ചോദിച്ചൊക്കെ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ നമുക്ക് സുഖമില്ല, അങ്ങനെ വൃക്ക രോഗികൾ, അങ്ങനെ ഓരോ രോഗികളൊക്കെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലും നമ്മളോട് സഹായമൊക്കെ ചോദിച്ചു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കും. പിന്നെ പ്രാർത്ഥനാ ജീവിതവും ബൈബിൾ വായിക്കാൻ തുടങ്ങി. അധികം ബൈബിളൊക്കെ നേരത്തെ വായിക്കും, ഒരു ചെറുതായിട്ടൊക്കെ വായിക്കുള്ളായിരുന്നെങ്കിലും നല്ലോണം ഇപ്പോൾ ബൈബിൾ വായിക്കാൻ അതൊരു ശീലം ആയി. അത് മുടക്കാൻ പറ്റാത്തൊരു ശീലമായി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയമായി കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു. കൂടുതൽ അടുക്കാൻ, ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു.